ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ജലദോഷത്തിന് ചുമക്കൊക്കെ പറ്റിയ 2 ഹോം റെമഡീസ് ആണ്. അപ്പം നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോടെയും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരെടുക്കുക കേട്ടോ. കുരു ഉണ്ടെങ്കിൽ കുരു നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക. നിങ്ങൾക്ക് നാരങ്ങ പറ്റാത്തവരാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കുക കേട്ടോ. നാരങ്ങ നീരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടായാലും മതി കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി എത്ര ഇട്ട് കൊടുക്കണ്ട. എരിവും കുത്തൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. തേന് 1 ടീസ്പൂണോളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ തേന് ഇവിടെ തണുപ്പ് തുടങ്ങി, അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചാൽ പോലും കട്ട പിടിക്കും. ഈ തേന് അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് ആണെങ്കിലും ഇതുപോലെ കട്ട ഇട്ടിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ട ആയിട്ടുണ്ട്. അത് മിക്സ് ആകുമ്പോൾ തന്നെ അത് ലൂസായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് പറഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. ഞാനിവിടെ ചുമ, നമുക്ക് ഈ ക്ലൈമറ്റൊക്കെ മാറുമ്പോൾ ചുമ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും വരും. ചിലവർക്ക് ചുമ വരുന്നത് ഉറങ്ങാൻ കിടക്കുന്ന ടൈമിലേക്കും. നമ്മൾ എണീറ്റ് നടക്കുമ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉറങ്ങാൻ കിടന്ന ചിലർക്ക് നല്ല ചുമ വരും, ചിലർക്ക് അല്ലാത്ത സമയത്തും ഉണ്ടാവും. എനിക്കൊക്കെ പറഞ്ഞാൽ ചുമ വരുമ്പോൾ ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ വരിക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട ഒരു അരമണിക്കൂർ മുന്നൊക്കെ ഇതുപോലെ എടുത്ത് കഴിച്ച് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ നമുക്ക് എടുത്ത് കഴിച്ചാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഉറങ്ങുമ്പോൾ നമ്മൾ ചുമക്കേ ഇല്ല, നല്ല റിസൾട്ട് കേട്ടോ. ഒരു ദിവസം 3 നേരം വെച്ച് നമ്മളത് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉറപ്പാണ്. ചിലപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ 2 ബോട്ടിൽ ചുമയുടെ മരുന്ന് വാങ്ങിക്കൊടുത്താൽ പോലും അവർക്കത് മാറില്ല. പക്ഷേ ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുമ മാറിക്കിട്ടലുണ്ട് കേട്ടോ. ഇനി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഇത്ര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്ക് ഒരു എരിവും കുത്തുമൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ദിവസം 3 നേരം വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കഫക്കിടയ്ക്ക് നല്ലൊരു മാറ്റം ചുമക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നാരങ്ങനീര് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യുക. ഇത് മാത്രം ഉണ്ടായാലും മതി കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താലും മതി, നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് പറഞ്ഞാൽ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആ ഡ്രിങ്ക് നമ്മൾക്ക് എല്ലാവരും ആർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അത് തിളച്ചിങ്ങനെ വെറ്റുന്ന നേരം അപ്പോൾ 1/2 ഗ്ലാസ് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരുപാടായി അതിൻ്റെ ഒരു കുത്തെടുക്കും. ഒരു മീഡിയം സൈസാണ്, അതും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി, അത് ചെറിയ 4 പീസാക്കിയിട്ട് 4 പീസാക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പോലെയാണ്. ഞങ്ങളവിടെ പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയട്ടെ. അതിൻ്റെ ഇല നല്ല കഴുകി വാഷ് ചെയ്തിട്ട് അത് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ പനിക്കൂർക്ക എല്ലാവർക്കും നല്ല ഒരുപാട് യൂസ്ഫുള്ള ഒരു ഇലയാണ്. നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മൾ ഇതിൻ്റെ നീര് എടുത്തിട്ട്, ചെറിയ കുട്ടികൾക്ക് നീര് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. നീര് ചതച്ചിട്ട് അതിന് നീര് മാത്രം കൊടുക്കാറുണ്ട്. നല്ല കഫൊക്കെ ഇളക്കി പോകാൻ നല്ലൊരു റെമഡിയാണ് ഈ പനിക്കൂർക്കയുടെ ഇല. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നാലാണ് അതിൻ്റെ ഇലയുടെ നീരും അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് കൈക്ക് നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ നല്ല തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല തിളപ്പിച്ചെടുക്കുക. ഈ ഡ്രിങ്ക് കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം കൊറോണ സമയത്ത് ഒരു 95% ആൾക്കാരും ഈ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടാവും. അത് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ കുടിച്ചിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ബെനിഫിറ്റുള്ള ഡ്രിങ്കാണ് ഇത്. അപ്പോൾ കൊറോണ സമയത്തൊക്കെ നമുക്ക് മെസ്സേജും എല്ലാവരും പറയുന്നൊരു സംഭവമാണ്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധശേഷി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവും. ഇപ്പം ഇതെല്ലാം തിളച്ച് എല്ലാം അതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 3 നേരം വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജലദോഷമാണെങ്കിലും ചുമയാണെങ്കിലും ഒക്കെ നല്ല മാറ്റം വരും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ 1 ഗ്ലാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഗ്ലാസ്സിലാക്കി കുട്ടികൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണിത്. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 2 ഹോം റെമഡി നമുക്ക് ഉണ്ടാക്കാൻ. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മളെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഒന്നും സൈഡ് എഫക്റ്റ് ഉള്ളതല്ല.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ദുബായിലാണെങ്കിലും ക്ലൈമറ്റൊക്കെ മാറി ചുമ ജലദോഷം ഒക്കെ ഓരോരുത്തർക്ക് വന്നു തുടങ്ങി. അപ്പോൾ നാട്ടിലാണെങ്കിലും പനിയും ജലദോഷം ചുമക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.